ഫൈറ്റ് ചെയ്യാൻ ഈ കടിച്ച കടിയൊക്കെ മാറുക കടിയാണോ? കടിച്ച് എത്ര വട്ടം അവനെ എടുത്ത് അങ്ങനെയല്ലോ ചോദിച്ചാ എത്ര വട്ടം എടുത്ത് കടിച്ച് ഒറ്റക്കടിയാണോ അതോ അതായത് ഈ കയ്യില് ഇട്ടിട്ടുണ്ട്. അപ്പൊ അവന്റെ കടീനെ രണ്ട് കൈയും മേലെ കയറ്റി വെച്ചിട്ട് മോത്തേ കടിക്കുന്നതാണ്. അപ്പൊ നമ്മളുള്ളത് പാലക്കാടാണ്, സ്ഥലം കാഞ്ഞിരം. അപ്പം പേരെന്താ? ജിഷ്ണു. നേരത്തെ ഞങ്ങൾ പരിചയപ്പെട്ടാന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ജിഷ്ണു പറഞ്ഞത് ഇങ്ങനെ. എവിടെ നമ്മൾ കണ്ടത്? നമ്മള് പാലക്കാട് ഷോയ്ക്ക് കഴിഞ്ഞല്ലോ അല്ലേ? 2 വർഷമായി. പക്ഷെ എനിക്ക് ഇത്ര ഓർമ്മ കിട്ടുന്നില്ല, പള്ളിക്ക് ഓർമ്മ കിട്ടുന്നുണ്ട്. പേരെന്താ? നിതിൻ. നമ്മുടെ പേര് ഇത് ആരുടെ ഡോഗ്? നിതിന്റെ ഡോഗ്. ഏതാ ഡോഗ്? എന്തായിരുന്നു? ഗ്രേറ്റ് ആണ്. അപ്പൊ നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ ഡോഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഡോഗ് എന്നല്ല ഞാൻ പറഞ്ഞത്, ലോകത്തെ ഏറ്റവും വലിയ ഇനത്തിൽപ്പെട്ട ഗ്രേനാണ് നമ്മുടെ ഡോഗ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ ചാനലിൽ 3ാമത്തെ അല്ലേ? ഫസ്റ്റ് ചെയ്തേക്ക് നമ്മൾ തിരുവനന്തപുരത്ത് 3ാമത്തെ ഡോഗ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മള് പുനലൂർ ചെയ്തു. ഇത് ഇപ്പം നിലവിൽ ഇപ്പൊ ഇവര് പറഞ്ഞ റിവ്യൂ അനുസരിച്ച് ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള ഏറ്റവും ഈ 2 ഡെയിനും അല്ല, അതിനേക്കാളും കുറച്ച് ഡോഗ് ആയിരിക്കും. ഡെയിൻ അങ്ങനെ അഗ്രഷൻ വരലില്ല കേട്ടോ. നമ്മുടെ ആൾക്കാർ ഇപ്പൊ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ്, നമ്മൾ വീഡിയോ കാണുന്ന തുടങ്ങുന്നതിന് മുമ്പ് പറയും ഡെയിനൊക്കെ അങ്ങനെ അഗ്രഷൻ ഉണ്ടോ? അങ്ങനെ ഇല്ല. ഒരു 100-ൽ 1, 2, 3 ഡോഗൊക്കെയാണ് നല്ല അഗ്രഷൻ. എന്താ പറയുക ക്യാരക്ടർ എങ്ങനെ? ശരിക്കും ക്യാരക്ടർ എങ്ങനെ വെച്ചാൽ വീട്ടില് 3 ആൾക്ക് എന്താണ് ചെയ്യാം. പിന്നെ പുറത്തുനിന്ന് ആരും അന്നേരം കടിക്കും. പിന്നെ കടിക്കാതിരിക്കണമെങ്കിൽ മെയ്റ്റിംഗ് ടൈമിലോ ഫീമെയിലൊക്കെ വരികയാണെന്ന് വെച്ചാൽ മാത്രം ആളൊന്നും ചെയ്യില്ല. ആ ഒരു മീറ്റിംഗ് കഴിയുന്ന സമയം മാത്രം കൊണ്ടുവരുന്ന ആളൊന്നും. അപ്പൊ മെയിലിനെ തൊടാ എന്താണ് ചെയ്യാം. അത് കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞാൽ ആളുടെ അതേപോലെ സ്വഭാവം. എങ്ങനെയാ എന്താ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്? ജസ്റ്റ് അവനെ ഇറക്കിയാൽ മതി? ഇറക്കിയാലോ അയച്ചാലോ തൊട്ടാലോ മതി. എന്തേലും മതി, എന്തേലും ചെയ്താൽ മതി. ഇവൻ അന്ന് ഷോയ്ക്ക് കൊണ്ടുവന്നായിരുന്നോ? ഇവനെ ഇറക്കാൻ പറ്റില്ല. അത് ശരി. ഓഫാ. ഇവന്റെ പേരെന്താ? കുട്ടു. പേര് മറ്റേ ആള് വലുതാണെങ്കിലും പേര് ചെറുതാട്ടാ. കുട്ടു, ഞങ്ങളിന്ന് ക്രോസ് ചെയ്ത് അവിടെ ലൈറ്റ് ഉണ്ടോ ഇവിടെ? കുട്ടു കേട്ടോൻ. കുട്ടു ഇന്ന് ഞങ്ങളിന്നേ ക്രോസ് ചെയ്യിക്കാനൊന്നും അല്ല വന്നേ കേട്ടോ. ഞങ്ങളിന്ന് ക്രോസ് ചെയ്യിക്കാനൊന്നും അല്ല വന്നേ. ഇന്ന് മുണ്ടൊക്കെ കൊടുത്തു. മുണ്ടൊക്കെ കയറി പിടിച്ചേക്കല്ലേ. വന്ന് വാ കുട്ടു, വന്നേ ഇന്നേ കാര്യം ചെയ്യട്ടോ. വാ കുട്ടു, ഇവിടെ വന്നേ. ഇവിടെ വേണ നന്ദി. എന്താ ആള് നമ്മൾ പിടിച്ച ഇത് പിന്നെ എത്ര വെയിറ്റ് ഉണ്ടാവും? 70 കിലോ ഉണ്ടാവും അല്ലേ? ഇങ്ങെന്താണോ ഇടയ്ക്ക് വന്നേ. നീ ഭയങ്കര ദേശീയക്കാരായിട്ടല്ലോ. നീ നിന്റെ കാമുകിമാരെ കൊണ്ട് എത്രയേ നീ അടങ്ങി വരുള്ളൂ കേട്ടല്ലോ. ശരിയാണോ? വന്നേ ഇവിടെ വന്നു. അവന് വേറൊരു മൈൻഡാ. കടിമ. എന്താണ് കുട്ടു? എന്താണ് വന്നേ? ആരെയാ അവിടെ പിടിക്കണ്ടേ? നീ അടുത്ത് വരില്ല? ജിഷ്ണും പോക്കുന്നില്ല? ഇടയ്ക്ക് പോയി മാറൂല്ലേ? ശരി. കൊച്ചോടു മോളിൽ വന്നേ. ഇവളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ. മോളൊന്ന് വന്നാ ഒന്ന് തൊട്ടവനെ ഒന്ന് കാണിച്ചു കൊടുത്ത കണ്ടോ? അവക്ക് തൊടാട്ടോ, നമുക്ക് തൊടാം. അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല. പുറത്തുനിന്ന് വന്നാൽ വേറെ ഡോഗിനെ നമ്മുടെ കൂടെ ഇപ്പൊ ഒരു ഫീമെയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഇറക്കി വന്നേനെ കേട്ടോ. അങ്ങനെയാണ്. കുട്ടിക്ക് വന്നടാ. കുട്ടു ചിങ്ങ വന്നേ. ചിങ്ങ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ. വാ, അവരെ നമ്മൾ നോക്കണ്ട. അവരെ നോക്കട്ടെ. വാ കുട്ടു, എടാ ഇവിടെ വാ. വന്നേ കുട്ടി, വന്നേ. ഇവിടെ വന്നേ. ഇവിടെ വാടാ. ഇവിടെ വാടാ കുട്ടു. ടിജോനെ നോക്കുന്നേ. അവനെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല? ടിജോനെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല? കുട്ടൂന് ഇഷ്ടപ്പെട്ടില്ല? എന്നാ കൊച്ചിങ് വാ. ഇവിടെ വാ, ഇവിടെ വാ. ഞാൻ നിന്നെ കൊണ്ടുപോയിട്ടാ. ഇതാണോ നിന്റെ ലീഷി? ഇപ്പൊ ഇത് ഇവനെ ഇവിടെ ഇങ്ങനെ ഈ റോപ്പിൽ ഇങ്ങനെ വിടുന്ന കേട്ടോ. അവനെ ഉണ്ടോ ഇങ്ങനെ എന്നാലും ഹൈറ്റിൽ ആവുന്ന അയച്ചെന്നായി. ഇങ്ങന്നേ ഇവിടെ ഇങ്ങന്നേ. ഇവിടെ വാടാ. ഇവിടെ വരാ. ഇവിടെ വാടാ. എടാ ഇവിടെ വാടാ. അങ്ങോട്ട് നോക്കണ്ട. ഇങ്ങ് വാ. ഇതിലാണ് അവനെ ഇറക്കുന്നേട്ടാ. ഇതിലാണ് നിന്നെ ഇറക്കുന്നേ. കൊച്ചിനെ ഇതിലാണ് ഇറക്കുന്നേ. ഇതിലാണ് ഇറക്കുന്ന കൊച്ചിനെ. സമ്മതിക്കില്ല അവൻ. സമ്മതിക്കില്ല അവൻ. വാ, ഞാൻ കൊണ്ടുപോകാവനെ വയനാട്ടിലേക്ക് കൊണ്ടാ. വാ വാ, ഇങ്ങോട്ട് വാ. കൊച്ചിങ് വാ. വാ കുട്ടി വന്നേ. വാ വാ കുട്ടോ. വാ ഇങ്ങ് വാടാ. വാ വാ. അമ്മ ഇങ്ങ് മാറിയെന്നു.
ഇനി അമ്മേനെ കണ്ടുകൊണ്ട് ഒരു സോഫ്റ്റ് ആകണ്ടവൻ. കുട്ടി വന്നരാ, ഇതാ ഇവിടെ വാ, ഇവിടെ വാടാ, എടാ ഇവിടെ വരാൻ മതി, കുറച്ച് വാടാ വാടാ, മിണ്ടാക്കാണോ അവിടെ? വാ അങ്ങോട്ട്, മിണ്ടാക്കാണോ? വാ വന്നേ, വാ ഞാൻ ഇറക്കി കൊണ്ടാ, വാ ഉച്ചക്ക് വാ, വാടാ ഇങ്ങോട്ട്. കുട്ടി ഇതിട്ടാലേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. വാ വാ വാ. എടാ ഈ കടിച്ച കടിയൊക്കെ മാറുക കടിയാണോ? കടിച്ച് എത്ര വട്ടം അവനെ എടുത്ത്, അങ്ങനെയല്ലോ ചോദിച്ചാ എത്ര വട്ടം എടുത്ത് കടിച്ച്? ഒറ്റക്കടിയാണോ അതോ അതായോ ഈ കയ്യില്? അപ്പൊ അവന്റെ കടീനെ കാര്യം 2 കൈയും മേലെ കയറ്റി വെച്ചിട്ട് മോത്തെ കടിക്കുന്ന. മോൻ കിട്ടിയില്ല. നീ ഇപ്പൊ കടിച്ചാ നിനക്ക് പിടിച്ചാ നിൽക്കൊക്കെ നീയോ? ഓ കടിച്ചാവൻ പിടിച്ചാ നിൽക്കുന്നു. കൊച്ചേ പോയാലോ? എന്ത് പറയുന്നു? മുണ്ട എടുത്ത കേട്ടോ, നീ മുണ്ടൊന്നും കയറി പിടിച്ചേക്കരുത്. നീ ഇവന്റെ കടി എന്ന് പറഞ്ഞ കാലമല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് മുണ്ട് പറഞ്ഞു പോയാൽ ഞങ്ങൾ കുറച്ചു നേരത്തേക്ക് വീഡിയോ സ്റ്റെക്കാക്കി വെക്കുന്നതായിരിക്കും. അല്ലേ? വാ വാ ഇങ്ങനെ വാടാ, കുട്ടിങ് വാ, വരി വാ വാ. അവരെയൊന്നും നോക്കണ്ട, അവരൊക്കെ നമ്മൾ ഉപേക്ഷിച്ച്. വാ വാ, ബാഗുണ്ട് കൈകളിൽ കയറി പിടിച്ചേക്കരുത് കേട്ടോ. ശരി കേട്ടെ, വാ കേട്ടെ. അങ്ങോട്ട് നോക്കണ്ട, അവരെ നോക്കുന്നെന്തിനാ? ഇറങ്ങി ഓടരുത്. അവനെ നോക്കുന്നുണ്ട് കേട്ടോ. നീ എനിക്ക് വന്ന മച്ചാനൊന്ന് ഇച്ചിരി ഇങ്ങോട്ട് നിൽക്കണ്ടായിരിക്കും. അതെന്താ നിന്നെ നോക്കുന്നിട്ട് നമ്മളെ മൈൻഡ് വരുന്നേ ഇല്ല. അങ്ങോട്ട് നിന്നാ മതി. കടി വരുമ്പോ 1-2 കടിയല്ലേ, അവരാന്ന് പിടിച്ചാ മതി. അയാൾക്ക് ഓടി വരാം. പിടിക്കാൻ വേണ്ടി സെറ്റപ്പായി നിൽക്കുന്നത്. വാ, ഇതാണ് തുപ്പല തെറിപ്പിക്കും. നീ വന്നടാ, ഇവിടെ വാടാ. ശരിയാക്കുന്നെ കേട്ടോ. കച്ചറ ഉണ്ടാക്കരുത്. നമ്മുടെ പ്രേക്ഷകർക്ക് എപ്പോഴും ഉള്ളൊരു ധാരണയാണ്, ഈ ആമ്പട്ടി എടുത്ത് പോകുമ്പോ ഞാൻ മറ്റേ പെമ്പട്ടിയുടെ മൂത്രമൊക്കെ സ്പ്രേ ചെയ്തിട്ട് വരുന്നുണ്ടോ. കൈക്ക് ഇന്ന് തെളിയിക്കും കേട്ടോ, അവൻ സ്പ്രേ ആണോ എന്താന്നൊക്കെ ഇന്ന് ചിലപ്പോൾ തെളിയിക്കും. ഇത് കടിച്ചത് ശരിക്കും എങ്ങനെയാ? ഇവിടെ കാണാൻ വന്ന ആൾക്കാരാണ് കടിച്ചതോ? നടക്കാൻ കൊണ്ടുപോയപ്പോ കടിച്ചാ? അല്ലാതെ ഇവിടെ ആരും കയറി വന്നപ്പോ അങ്ങനെ അടിച്ചല്ല. നടക്കാൻ കൊണ്ടുപോയ വഴി കടിച്ചോ? അങ്ങനെ. എടാ ഭയങ്കര വലിക്കാരനൊക്കെയാണോ നീ? വലിക്കാരനൊക്കെ അടി വാങ്ങിച്ചു വരും ഞാൻ. നമ്മളൊരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ എങ്ങനെയാണോ? നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ കച്ചറ? നല്ല കേട്ടോ. ശരിയാക്കുന്നെ ഞാൻ. ശരിയാക്കട്ടെ തന്നെ. ഇവിടെ വാ കൊച്ചിങ് വാ. ഇതിട്ടെ വാ, ഇവിടെ വേണം. ശുഞ്ഞാവിങ് വന്നു. ഡബിൾ ബൈറ്റ് ആട്ടോ, ഒറ്റ ബൈറ്റ്, സിംഗിൾ ബൈറ്റ് അല്ല, ഡബിൾ ബൈറ്റ് ആണ്. കടിക്കുക, വീണ്ടും കടിക്കുക. സിംഗിൾ ബൈറ്റ് നിൽക്കൂല കേട്ടോ. അങ്ങനെ സെറ്റപ്പാ. അടുത്ത വാ വാ, ഇവിടെ വാ, ഇവിടെ വാ. ഇതിട്ടിട്ട് ഇതിടാവോ? അതിനെ അഴിച്ചിടാൻ പറ്റില്ല. അഴിച്ചിടാൻ പറ്റില്ല കേട്ടാ. അങ്ങോട്ട് നോക്കണ്ട, അവരെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ തമ്മിലല്ലേ കമ്പനി ആകണ്ടേ, അവരുമായിട്ടല്ലല്ലോ. എന്തിനാ അവരെ പോയി ഒളിഞ്ഞു നോക്കാം അവിടെ പോയിട്ട്? എന്തിനാ അവരെ പോയി നോക്കുന്നേ? ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം. വാ, കൈ കടിക്കരുത്. ഇതിരട്ടെ. തരുന്നില്ല കേട്ടോ, തല ഒറ്റ കുടയില്ല. നമ്മൾ ഫോഴ്സ് ചെയ്തിടുമ്പോ നമുക്കൊരു ഒരു സുഖം കിട്ടില്ല കേട്ടാ. ആണ് സംഭവം. വാ, ഇതിട്ടിട്ട് പോയി അങ്ങോട്ടാ നോക്കുന്ന കേട്ടോ. എന്താണ് ഇത്ര പേടി? എന്നാ ഞാൻ ചെയ്യാൻ വന്നല്ലോ തന്നെ, ഒന്നും ചെയ്യാൻ വന്നല്ലോ. പിന്നെന്താ? തുറന്നിടല് റിസ്ക്കാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ദീശ മൂപ്പരോട് ഇട്ട് വെക്കാൻ പറയാം. ഒന്ന് ഇട്ട് വെച്ചേക്ക്. ദീശ ഞാൻ പുള്ളിനെ കൊണ്ട് ഇടിക്കുന്നുണ്ട്, ഓണറൊക്കെ കേട്ടോ. എന്താ പറയാ, തള്ളി തുറന്ന ആളെ പോകും. വാ കൊച്ചിങ് വാ. അപ്പൊ ലീഷ് ഇത് നമ്മുടെ സാധാരണ നമ്മുടെ മറ്റേ റോപ്പാണ്, നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ കയറി പോയിരുന്നത്. കയറിൽ ഇങ്ങനെ അവർ ചെയ്തേക്കുന്നതാണ്. അപ്പൊ ലീഷ് ഞാൻ ഇവരെ കൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ നമുക്ക് തുറന്ന് ലീഷ് ഇടാന്ന് പറഞ്ഞാൽ നിൽക്കൂല, കാരണം നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ സീനുണ്ട് കേട്ടോ.
തുറന്നെങ്കിൽ വന്നാ എല്ലാരും ഓടി മതിലേക്ക് എത്തും കേട്ടോ. കണ്ടോ ആ കൊച്ചു വെക്കുമ്പോഴുള്ള ഹൈറ്റ് കണ്ട. അവിടെ അവിടെ ഓ ഇച്ചിരി ധൈര്യം കൂടിയാണ്, ഇച്ചിരി വീര്യം കൂടിയാണ്. ലീശ കഴുത്ത കയറുമ്പോ ഇച്ചിരി ധൈര്യം കൂടി വീര്യം കൂടി. അപ്പൊ നമ്മള് പറഞ്ഞല്ലോ ഇതിലുള്ള നമുക്ക് പറ്റാത്തൊരു കാര്യമാണ് ലീശ ഇതിനുള്ളിൽ തുറന്നിട്ട് അവന്റെ കഴുത്തിലുള്ള സംഭവം നമുക്ക് പറ്റും. അപ്പൊ നമ്മള് അവരെ കൊണ്ട് ഇടിച്ചിട്ടോ. പിന്നെ അറിയാലോ ഇവൻ പുറത്തിറങ്ങിയാലും ഈ പറഞ്ഞ പോലെ മേറ്റിംഗ് കിട്ടിയിൽ കയറി ബൈറ്റ് കിട്ടും. അങ്ങനത്തെ സംഭവമാണ്. കാരണം മേറ്റ് ചെയ്യാനുള്ള ഡോഗ് വരുന്നത്. അപ്പൊ ഡോഗ് ഇല്ലാന്ന് ഓൾറെഡി അവന് മനസ്സിലായി. ഇപ്പൊ ഇത്ര നേരം ഇവിടെ നിന്നിട്ട് ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഡോഗിന്റെ കിട്ടാത്തതുകൊണ്ട് തന്നെ പിന്നെ ഹീറ്റായി വരുന്ന ഡോഗ് ഇപ്പൊ സ്റ്റഡിന് ക്രോസ് ചെയ്യിക്കാൻ വരുന്ന ഡോഗിന്റെ ഒരു സ്മെല്ല് ഇവർക്ക് ഓൾറെഡി നേരത്തെ ഒരു 10-30 മീറ്റർ മുന്നേ കിട്ടും. കാരണം ഈ മൃഗങ്ങൾ തമ്മിൽ ഹീറ്റ് അങ്ങനെയാണല്ലോ. ഒരു ഹീറ്റായി നിൽക്കുന്ന മേറ്റിംഗ് നിൽക്കുന്ന ഒരു ഫീമെയിൽ ഡോഗിനെ മെയിൽ ഡോഗിന് നേരത്തെ ദൂരെ തന്നെ മനസ്സിലാവും. അപ്പൊ നിലവിൽ ഇപ്പൊ ഇവിടെ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ ഇപ്പൊ ആ ഒരു മൈൻഡ് അല്ല കേട്ടോ. അവർ പറഞ്ഞിരിക്കുന്നത് മേറ്റിങ്ങിന് വേണ്ടി മാത്രമാണ് ഇറങ്ങുമെന്ന് പറഞ്ഞത്. അപ്പൊ ഇതില് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കടീന്റെ ഒക്കെ അവസ്ഥ എന്താ നോക്കട്ടെ നമുക്ക്. പക്ഷേ ഇറങ്ങി വരുന്നുണ്ട് എന്നോടെ. പോയാലോ നമുക്ക്. വാ പോവാ പോവാ വാ വാ ഇങ്ങോട്ട് കയറുക. ക്ഷയിക്കാനിട്ടെ. അങ്ങോട്ട് നോക്കണ്ട, അങ്ങോട്ട് നോക്കണ്ട. ക്ഷയിക്കാൻ തന്നെ കൊച്ചി എണീറ്റ് തന്നെ. വാ ഇവിടെ എണീറ്റ് തന്നെ. വാ എണീറ്റ് വാ. ഇവിടെ വാടാ. വാ 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 ഇങ്ങോട്ട്. കയറിയോ ഇവിടെ കയറിയെന്നേ. വാ മോനിങ് വന്നേ. തൊട്ട് നോക്കട്ടെ, തൊട്ട് നോക്കട്ടെ, മൂക്കലൊക്കെ തൊട്ട് നോക്കട്ടെ. വാ പോവാ. ഇവിടെ ഇവിടെ കയറി. ഇവിടെ കയറുവാ. ഇവിടെ കയറി വരെ കയറുവാ. കയറുവാ. ഒന്നോടായി ഒന്നോടായി കടിക്കരുത്. കടി അവരുടെ മുഖത്തൊന്നും കടിച്ചേക്കരുത്. മുഖത്തൊക്കെ കടിക്കുന്ന പറഞ്ഞേ. അപ്പൊ മച്ചാന്റെ പേരെന്താ? നിതിൻ. നിതിനെ ഇവന്റെ ബൈറ്റ് സ്പോട്ട് കൈ മുഖം. കടിച്ചൊക്കെ കയ്യിലാ. ഉഫ് കൈ ഷോൾഡറോ. വണ്ടി പഠിക്കണം. ജീപ്പും കൊണ്ടാ വന്നത്. ഇപ്പൊ അഥവാ കടി കിട്ടിയാൽ നമ്മൾ ജീപ്പ് ഇട്ടിട്ട് ബസ്സിന് പോകുന്നതായിരിക്കും. അല്ലെ വല്ല വണ്ടിയൊക്കെ വിളിച്ച് പോകേണ്ടതായിരിക്കും. അല്ലേ അച്ഛേ? കൈക്കൊന്നും കടിച്ചേക്കരുത് കേട്ടാ. ഈ മാനം കളയരുത് കേട്ടാ. അപ്പൊ നമ്മളെന്താ ചെയ്യാൻ പോകുന്നറിയോ? ജസ്റ്റ് ഒരു ഡോഗിനെ ബൈറ്റ് ചെയ്യാൻ അതിന് നേരമൊന്നും വേണ്ട. പടപടയെന്ന് പറഞ്ഞ് ബൈറ്റ് ചെയ്യുവര്. അപ്പൊ നമുക്ക് ജസ്റ്റ് അവനെ പുറത്തിറക്കി ഒന്ന് നടത്താൻ പറ്റുമോ നോക്കും. പരമാവധി നമ്മൾ ഈ ഒരു ഇവിടെ എവിടെയെങ്കിലും ബൈറ്റ് വരുവാണെങ്കിൽ നമ്മളൊന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പിലേക്ക് നമ്മൾ നിർത്താം. ഓവർ നമുക്ക് ഇത് വരാത്ത രീതിയിലേ മച്ചാൻ അവിടെ നിന്ന് പിടിക്കാൻ കുറച്ച് ടൈമൊക്കെ പിടിക്കും. പിന്നെ ഇത് ഡൂ ഓർ ഡൈ ആണ്. കിട്ടി പോയാൽ പോയെന്നുള്ളൂ. പിന്നെ ബൈറ്റ് ഒരു രക്ഷ ഉണ്ടാവില്ല. അങ്ങനെ കുഴപ്പമുണ്ട് അല്ല പക്ഷേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 20 മീറ്റർ നടന്ന് പുള്ളിയുടെ കൈ കൊടുക്കാനാണ് പ്ലാന്. കടി കിട്ടിയാൽ ഞാൻ വിടാതെ പരമായി പിടിക്കാം. പുള്ളി വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തോളും. ഞാൻ ഇറക്കുമ്പോൾ ആരും വിളിക്കൊന്നും കേട്ടോ. പോവാ നമുക്ക്. ബാ 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 ഇതിലോ. എന്താ ഇറങ്ങി വരത്തെ? ഇറങ്ങി വരുന്നില്ല കേട്ടോ. അത് പറ്റി അതെന്താ പറ്റിയേ? ഞാൻ തുറന്നായിരുന്നല്ലോ. ബാ ബാ പോവാ. ഓക്കെ ജോ. ബാ ബാ പിടിച്ചാ പിടിച്ചോ പിടിച്ചോ. ബൈറ്റിങ്ങിനാണോ വന്നേ അല്ലേ? സെക്കൻഡിലോട്ട് മൈൻഡ് പറയട്ടോ എന്റെ. അതിന് വന്ന് നോക്കി. ഇല്ല അവിടെ കുറച്ചേ നിൽക്കട്ടെ. അമ്മ പറഞ്ഞേ ഇല്ല അവനൊന്നും ഇനി അവൻ ചെയ്യുന്നില്ല കേട്ടോ. മൈൻഡ് പറയുണ്ടോ? 10 സെക്കൻഡിലും വന്നിട്ടില്ല. വിടണ്ട പിടിച്ചായി. അവിടെ എന്നാ നോക്കട്ടെ. അവൻ കുറച്ചു നേരം നിൽക്കട്ടെ. കണ്ടോ അവൻ കടിക്കും കേട്ടോ. അവൻ ഒന്ന് ചാടി കയറി. എനിക്കത് ചാടി നിക്കണം, ഹോൾഡ് ചെയ്ത് പിടിക്കണം. നല്ല ചവിട്ടുള്ളൂ അല്ലേ അത് കടിക്കുള്ളൂ. ഇപ്പൊ കണ്ട അവനാ നമ്മളാ എന്റെ പുറകിലേക്ക് അവൻ ചാടി നമ്മളാ മേത്ത് കയറി എന്നിട്ട് വേണം കടിക്കാൻ. അതാണ് അവന്റെ മൈൻഡ്. അമ്മയോട് പേടിയാവും അല്ലേ? ഇവിടെ ആരും ഇല്ലെങ്കിൽ അവൻ ഒരു വിഷയമില്ല. അങ്ങനെയല്ല, നമ്മുടെ ഇവിടുത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. വേറെ ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ, പുറത്തുനിന്ന് ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ വിഷയമുള്ളൂ. ഓഹോ ശരി. അവരൊന്ന് കുറുക്കി പിടിച്ചാൽ ഞാൻ മച്ചനെ അടുത്ത് നോക്കട്ടെ എന്താ സീ നോക്കട്ടെ. എടാ കുട്ട്
കുട്ടേ എന്താ കുട്ടു അതിന്റെ ഇടയ്ക്ക് എന്താ കുട്ട് ഞങ്ങൾ ആ വീഡിയോ ഒന്ന് ഞങ്ങളൊന്ന് സ്ലോ മോഷൻ എടുത്ത് നോക്കട്ടെ കേട്ടോ അവൻ എവിടെയാണ് നമ്മൾ ബൈറ്റ് ചെയ്യാൻ വന്നതെന്ന്. പക്ഷെ ഞാൻ പ്രതീക്ഷ ഗസ് ചെയ്താണെന്ന് അറിയോ ഈ സാധനം ഇവിടെ നമ്മുടെ ഈ കമ്പി അവിടെ കഴിയുമ്പോൾ തന്നെ കാരണം അവൻ ഇതിന്റെ ഇടയിൽ കൂടെ വരുമല്ലോ ഇവന്റെ മൈൻഡില്ലേ പെട്ടെന്ന് മാറും. നമ്മൾ നടക്കാൻ കൊണ്ടുപോകണമെങ്കിലും ദൂരത്തുനിന്ന് കാണുമ്പോൾ ഒന്നും കുഴപ്പമുണ്ടാവില്ല. അടുത്ത് വന്നിട്ട് കൂളായി നടക്കും. എത്ര ദൂരത്ത് കഴിഞ്ഞാൽ മറ്റേ പക്ഷെ എന്താടാ കൂട്ടെ ഞാൻ പുറം വിചാരിച്ചു ഞാൻ പുറം തിരിഞ്ഞു മുഖത്ത് കടി ഇട്ടായിരിക്കാൻ വേണ്ടി എനിക്ക് ഉറപ്പാ തിരിയുമെന്ന് ഉറപ്പായിരുന്നു. ഗസ് ചെയ്യാനും തിരിച്ചില് അവന്റെ നാം കൊണ്ടാ ഈ സൈഡില് നാം കയറിയതാ. നമ്മള് ലീസിലുള്ളതൊന്നും ഇല്ല. നീ അടുത്തേക്കല്ലോ നീ ജസ്റ്റ് ഇവിടെ നയം പിടിച്ചോ കുറുക്ക് പിടിച്ചോളൂ. നിന്നോട് എന്തെങ്കിലും അഗ്രഷൻ ഉണ്ടോ നോക്കാൻ. എന്റെ അടുത്ത് ഞാൻ 4 മാസമായി സെറ്റ് ആക്കാൻ നോക്കിയാ ഇല്ല നോക്കാൻ തുടങ്ങിയിട്ട് സെറ്റ് ആവണില്ല ആവുന്നില്ല. അതാവട്ടെ നമുക്ക് ഒരു ദിവസം കിട്ടിയാൽ മതിയല്ലേ നമുക്ക് നമ്മൾ സെറ്റ് ആവും. എങ്ങോട്ടും ഒരു ദിവസം കിട്ടിയാലേ മോൻ തരുന്നില്ല. പേര് വിളിച്ചാലും മുഖത്ത് നോക്കില്ല. ഇത് മുഖത്ത് നോക്കില്ല തിരിഞ്ഞ് താഴെ തേടിക്ക് നോക്കിട്ട് നീ എപ്പോ കടി വരുന്ന പ്രതീക്ഷ ഇറങ്ങുമ്പോ തന്നെ കടിക്കുന്നു. ഇറങ്ങുമ്പോ അതിന് മൈൻഡ് പറയാം. ഞാൻ ഇറങ്ങുമ്പോ ആദ്യം ഫസ്റ്റ് അവിടെ വരുമ്പോ വിചാരിച്ചു പിന്നെ ഇവിടെ ആദ്യം തിരിച്ചാൻ കേറി പിന്നെ ഇറങ്ങി വന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ആ തിരിഞ്ഞ ഞാൻ അവിടെ നിന്നാ പ്രതീക്ഷ. ഞാൻ പ്രതീക്ഷ കടി എവിടെ നിന്ന് അറിയോ ഇതാ ഈ ഒരു ഏരിയ കേട്ടോ ഞാൻ കടി പ്രതീക്ഷ. കാരണം എന്താ വെച്ചാല് ഇപ്പൊ അവിടെ നിന്ന് തന്നെ ഇറങ്ങി വരുവാണല്ലോ ഈ ഒരു ഗ്യാപ്പിൽ കൂടെ പോണം. അപ്പം എന്തായാലും അവൻ അത്ര ഹൈറ്റുള്ള ഡോഗല്ലേ. ഞാൻ ഈ ഒരു ഭാഗത്ത് കളി പ്രതീക്ഷിച്ചു. അപ്പം മച്ചാൻ അവിടെ നിന്ന് ഓടി വന്ന് പിടിക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ ചുറ്റി പിടിക്കാം എന്നുള്ള കണക്കൂട്ടിൽ എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഒന്ന് ലീഷിട്ടെ ഒന്ന് കറക്കി പിടിക്കാം എന്ന് കിട്ടി. അതിന് മുമ്പാണ് കടി വിടാൻ കേട്ടോ. കടിക്കും കേട്ടോ ഞാൻ. അപ്പൊ ഒരു കടി ജസ്റ്റ് മിസ്സാണ്. ഇപ്പൊ കടിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ പറയില്ല ഒരു മൂന്ന് ഇപ്പത്തെ നമ്മുടെ ചാനലിൽ 3 കൊല്ലമായി 3.5 കൊല്ലമായി ചാനൽ തുടങ്ങിയിട്ട് അതിലിപ്പോ 3ാമത്തെയാണ് ഡെയിന്റെ വീഡിയോ ചെയ്യുന്നത്. അത്രയും ഡോഗിൽ ഏറ്റവും സ്ട്രോങ് ഡോഗ് ഇവനായിരുന്നു കേട്ടോ. കൊള്ളയിൽ സമ്മതിച്ച് ഇവന്റെ കാര്യം കേട്ടോ. ഇവ കടിക്കും അല്ലടാ കടിക്കും. ദേഷ്യം വരുന്നുണ്ടോ അവന് മുഖത്ത് കണ്ടോ. ഇച്ചിരി ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുട്ടികളൊക്കെ വീഡിയോ കാണുന്നുണ്ട് ഞാൻ പറയാം. നമ്മുടെ ചാനലിൽ പുതിയ ഓരോ ബ്രീഡ് വരുമ്പോഴാണ് പറയുന്നത് നമ്മുടെ ലോകത്തെ ഏറ്റവും ഹൈറ്റ് ഉള്ള ഡോഗ് വലിപ്പത്തിൽ അതാണ് ഗ്രേറ്റ് ഡൈൻ എന്ന് പറഞ്ഞ കേട്ടോ. ആ ഡോഗ് ഇനമാണ് ഈ ഡൈന്. പിന്നെ ഇവരങ്ങനെ എല്ലാവരെയും പോയി അറ്റാക്ക് ചെയ്യുന്ന ടൈപ്പ് ഡോഗ് അല്ല. 3.5 കൊല്ലയുടെ വീഡിയോ ചെയ്തു. അതിലിപ്പോൾ 3 ചലഞ്ചാണ് നമുക്ക് ആകെ ഡൈൻ്റെ വന്നത് അറിയാലോ. അപ്പോൾ ഏകദേശം ഒരു റേഷ്യോ മനസ്സിലായി നമുക്ക്. ഏകദേശം റോട്ടും ജർമ്മനും നാടൻ ഡോഗൊക്കെ ഒരുപാട് നമുക്ക് വന്നിട്ടുണ്ട്, ഇഷ്ടംമാതിരി വന്നിട്ടുണ്ട്. പക്ഷേ ഡെയിൻ്റെ നമുക്ക് ഇത്രയും കാലമായിട്ട് വന്നിട്ടുള്ള 3 ഡോഗാണ്. കാരണം അഗ്രഷൻ ഉണ്ടെങ്കിൽ ആൾക്കാർ എങ്ങനെയും തെരഞ്ഞെടുത്ത് നമുക്ക് ചലഞ്ച് തരലുണ്ട്. അപ്പോൾ ഇത് കിട്ടിയിട്ട് ഇപ്പോൾ 6 മാസം മുമ്പ് കിട്ടിയാണ്. പക്ഷേ ഇപ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ നല്ലൊരു കിട്ടും ഒരു അഗ്രഷനുള്ള ഡെയിനെ തപ്പുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ക്രോസ് ചെയ്യിക്കാം അല്ലേ. അത് ഇവന്റെ മൈൻഡ് കിട്ടുവാണെങ്കിൽ സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. കണ്ടില്ലേ കയറിക്കുമ്പോ കണ്ടോ അതിനേക്കാളുണ്ട്. തോളത്ത് കയറി ഇങ്ങനെ കയറി പിടിക്കുക അടിക്കുന്നുണ്ടോ പറഞ്ഞേ. അപ്പൊ നമ്മളെ കറക്റ്റ് മോന്തൊക്കെ ചിലപ്പോൾ കിട്ടും. എന്നാ ഇറക്കിക്കോ അവനെ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ഇതിന്റെ ഒരു തീം ഇത്രയും കണ്ടാൽ മതി. ഓൾറെഡി ഡെയിനാണ് അറിയാലോ. ഇത്രയും ഹൈറ്റുള്ള ഡോഗാണ്. കടി വരുമെന്ന് പറഞ്ഞു. ഇവർ ബൈറ്റിന്റെ സ്പോട്ട് പറഞ്ഞു. ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇവിടെയാണ് മച്ചാൻ നിന്നത്. ഡോഗിന്റെ ഓണർ ഒരു 20 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. സെക്കൻഡുകൾ മതി കടി വിടാൻ. അപ്പൊ നമ്മൾ ആ ഒരു ജസ്റ്റ് നമ്മൾ അവിടെയും പേടിക്കുവാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി അവൻ ഡൊമിനന്റ് ചെയ്ത് നിൽക്കുക. കാരണം ഇവന്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ഇങ്ങനെ വന്നാൽ ഒരു കടി കൊടുക്കണം എന്നൊരു മൈൻഡുള്ള ഡോഗാണ് ഇവൻ. അപ്പോൾ ഇവിടം വരെ ഓണർ അടുത്തേക്ക് വന്നു. ഇനി അതല്ല ഓണർ പുറത്താണ് ചിലപ്പോൾ ഓണർ അടുത്ത് വരെ വന്നേനെ. പുള്ളിയുടെ കയ്യിലേക്ക് വരും അങ്ങ് എത്തുന്നതിന് മുന്നേ ആയി തന്നെ ഇവന് കുറച്ചുകൂടി സ്ട്രോങ് ആയി. അവിടെ ഒരു ഡബിൾ മൈൻഡ് ഇവർ നിൽക്കും. കാരണം നമ്മൾ പേടിക്കാതെ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഡോഗും നമ്മളെ ഒരു എൻ്റെ ഒപ്പം ആണല്ലോ അവൻ എന്നുള്ള ഒരു മൈൻഡിൽ അവന് നിൽക്കും. അതായത് നമ്മൾ പേടിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഡോഗ് അവിടെ നിന്ന് വന്ന് അവിടെ തന്നെ കൂട്ടി തന്നെ ഇവരിവിടെ നിൽക്കുമ്പോൾ സംസാരിക്കാണ്ട് ഡോഗ് മൊത്തം നമ്മളെ നോക്കാതെ ഇവർ നിങ്ങളുടെ അടുത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവന് കൺഫ്യൂഷനിലാണല്ലോ. എന്ത് സംഭവത്തിന് പെടുത്തില്ലല്ലോ. അതായത് ക്രോസിങ്ങിനല്ല അവൻ മനസ്സിലായി. ക്രോസിങ്ങിനാണെങ്കിൽ അവൻ ആ ഒരു മൈൻഡിൽ നിൽക്കുക. അപ്പോൾ മൊത്തം ഇങ്ങോട്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വന്ന് ആളുടെ അടുത്ത് എത്തുന്നതിന് മുന്നേ അവന് ധൈര്യം ഇച്ചിരി സ്ട്രോങ് ആയി. നമ്മുടെ മേലെയായി ഡോഗ്. അങ്ങനെയാണ് അതിൻ്റെ തീം കേട്ടോ. അതിൻ്റെ മേലെയായി പിന്നെ കയറി നമ്മൾ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയി. ഇതാണ് സംഭവം. അപ്പം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അവന് ഒരു ജസ്റ്റ് മിസ്സായി അങ്ങനെ കണ്ടാൽ മതി. അതുപോലെ ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോ നമ്മൾ 10-15 മിനിറ്റിലായിട്ടുള്ളൂ. ഇപ്പൊ മച്ചാൻ പറയാം ഒരു ദിവസമൊക്കെ വേണം നമുക്ക് അല്ലേ. അടുത്ത പ്രാവശ്യം നമുക്ക് റെഡിയാക്കാം കേട്ടോ. ഇനി ഒരു ദിവസം ഇല്ലേ വരാം നമുക്ക്. ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ പോലെ നമുക്ക് ഇറക്കാം. അപ്പൊ നമുക്ക് കുറച്ചങ്ങ് ഇറക്കാം കേട്ടാ. പോട്ടെ. പക്ഷെ എന്താ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ലല്ലേ. കാരണം കുഴപ്പം കേട്ടോ. കടി ഇപ്പൊ ട്രൈ ചെയ്ത് നോക്കി കിട്ടിയിട്ടില്ല. അപ്പൊ എന്തായാലും കിട്ടി. അപ്പം ഒരു കടി നോക്കിയിരുന്ന ആൾക്കാർക്ക് ജസ്റ്റ് മിസ്സായി. നമുക്ക് അടുത്തതിൽ നോക്കാം. കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ നമ്മളെ വീഡിയോയിൽ നമ്മൾ ഇറക്കിയില്ല ഡോഗിനെ. അത് പിറ്റ്ബുള്ളാണ്. മെന്റലി അവനൊരു വേറെ ടൈപ്പാ.
അതായത് ഓണറെ ചെന്ന് കടിക്കുക. നമ്മളിപ്പോൾ നമ്മൾ ലീഷിടാൻ വേണ്ടി പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ പുള്ളിനെ ഇടാൻ പുള്ളിനെ കടിക്കാനങ്ങോട്ട് പുള്ളിക്ക് തന്നെ ഒരു പേടിയായി. പിന്നെ ഈ പറഞ്ഞ പോലെ അത് ആകെ ചേച്ചി രണ്ട് പിള്ളേരെയും കടിച്ചു. 2 പിള്ളേരെയും കടിച്ചിട്ട് പുള്ളി പൈപ്പിൽ വെള്ളം കൊണ്ടുപോയിട്ട് ചെവിയിലേക്ക് ചീറ്റിച്ചിട്ടാണ് അവന്മാർ വിട്ടെ. അല്ല വിടുന്നില്ല. 2 പിള്ളേരുടെയും കൈ കടിച്ച്. പക്ഷെ അവരുടെ പെറ്റാരെ വളർത്തിക്കൊണ്ടിരുന്ന എന്ന് പറഞ്ഞ പോലെ അതിനെ പിന്നെ നമ്മളൊരു സെക്കൻഡ് പാർട്ടിലേക്ക് മാറ്റി വെച്ചു. ഇറക്കാം, ഒരു വീക്ക് പോയിന്റ് ഉണ്ട്. അത് നമ്മൾ പിന്നെ ഒരു വീഡിയോ എടുത്ത് നിൽക്കട്ടെ, അടുത്തതിൽ നമുക്ക് ഇറക്കാനുള്ള രീതിയിൽ. 2 അല്ല, ഒന്നിപ്പച്ച 2 നമ്മൾ ഇറക്കല്ലേ. ഇവിടെ നമ്മൾ ഒന്നിപ്പച്ച 2 എന്നാ പോട്ടെ. അടുത്ത പ്രാവശ്യം കയറാം.